അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വരികയും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം അകാരണമായി പോലീസ് ഭീകരമായി മർദ്ദിച്ച സംഭവത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം. അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വരികയും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 141 പോലീസുകാരെ പിരിച്ചുവിട്ടു. UDF ഗവൺമെന്റ് കാലത്ത് ഏത് പോലീസുകാരനെ പിടിച്ചുവിട്ടു എന്നാണ് ചോദിച്ചത്. ഞാൻ അതിനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞില്ല. പോലീസ് അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ജനങ്ങളെ കബളിപ്പിക്കുവാനുമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. 2016 അധികാരമേറ്റ ശേഷം കേരളത്തിൽ LDF ഗവൺമെന്റ് ആകെ പിരിച്ചുവിട്ടത് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവർ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. 144 പേരെ തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ആകെ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസുകാരെയാണ്. അപ്പം അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. സഭയോടുള്ള അനാദരവാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. ഇന്ന് ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട 144 പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലാത്ത പക്ഷം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഇത് പ്രിവിലേജ് ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. സ്പീക്കർക്ക് ഞാൻ പ്രിവിലേജ് നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2011-16 കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് സേനയ്ക്ക് മാനക്കേടുണ്ടാക്കിയ 61 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടത്. എന്നാൽ പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ കാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരടക്കം 144 പേരെ പിരിച്ചുവിടണമെന്നുള്ള ശുപാർശ ഉണ്ടായിരുന്നു. കാരണം അത്തരം പേരെ മിസ്കോണ്ടക്ട് ചെയ്ത ആളുകളാണ്, സേനയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അത് അത്തരം ആളുകളുടെ ഒരാളുടെ പേരിൽ പോലും നടപടി എടുത്തിട്ടില്ല. ആകെ പിണറായി വിജയൻ പിരിച്ചുവിട്ടത് സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർ, ലീവ് എടുക്കാതെ അബ്സ്കോണ്ട് ചെയ്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെയാണ് അദ്ദേഹം പിരിച്ചുവിട്ടത്. ലോങ് ആബ്സെൻസ് എവിടെയാണെന്ന് അറിയില്ല, വിദേശത്ത് പോയവരുണ്ടാകും, മറ്റ് ജോലിക്ക് പോയവരുണ്ടാകും, പ്രോപ്പറായി പോലീസ് സംവിധാനത്തിൽ അറിയിക്കാതെ ആബ്സെന്റ് ആയിട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരെ മാത്രമാണ് അദ്ദേഹം പിരിച്ചുവിട്ടത്. അല്ലാണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള മിസ്കോണ്ടക്ട് ചെയ്ത ഒരു പോലീസുകാരനെ പോലും
പിണറായി വിജയൻ 9.5 വർഷക്കാലത്തിനിടയിൽ പിരിച്ചുവിട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയണം. തന്നെയുമല്ല, ഇവർ ചെയ്യുന്ന എന്താണ്? നല്ല മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൂലക്കിരുത്തിക്കൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ തങ്ങളുടെ പാർട്ടി സഖാക്കന്മാരുടെ ഓർഡറുകൾ അനുസരിക്കുന്നവരെ പ്രധാനപ്പെട്ട ക്രമസമാധാന നിലയിൽ അവരെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പോസ്റ്റിംഗ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. പ്രത്യേകിച്ച് DYSP മുതൽ താഴോട്ടുള്ള പോസ്റ്റിങ്ങുകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ ഭരണത്തിന്റെ കീഴിൽ സുപ്രധാനമായ ക്രമസമാധാന ചുമതലയിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുകയും അവർക്ക് വളരെ പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതല നൽകുകയും ചെയ്തത് പിണറായി വിജയന്റെ 9.5 വർഷക്കാലത്തെ ഭരണത്തിലാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള പരാതികൾ ഈ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ നോക്കും? ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ഒരാൾ കളങ്കിതനാണെങ്കിൽ അയാൾക്ക് എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് നീതി ഉറപ്പാക്കാൻ കഴിയും? ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ സമർത്ഥന്മാരായ ആളുകളുണ്ട്, കഴിവില്ലാത്ത ആളുകളുണ്ട്. എന്നാൽ കളങ്കിതരും കുറ്റാരോപിതരുമായ ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് 9.5 വർഷക്കാലമായി സ്വീകരിക്കുന്നത്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ സസ്പെൻഷനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പിണറായി ഗവൺമെന്റ് കീഴിൽ പോലീസ് ആസ്ഥാനത്ത് സുപ്രധാനമായ പദവി വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ മറ്റൊരു കാര്യം പറഞ്ഞു. ഉദയകുമാർ ഉരുട്ടി കൊലക്കേസിലെ തിരുവനന്തപുരത്ത് നടന്ന സംഭവം, ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നു എന്നുള്ള പ്രമാദമായൊരു കേസുണ്ടായി. ആ കേസിലെ പ്രതികൾ മുഴുവൻ രക്ഷപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അനാസ്ഥയാണെന്നാണ്. എന്നാൽ എന്താണ് വസ്തുത? ഈ ഉരുട്ടിക്കൊലക്കേസ് അന്വേഷിച്ച് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് CBI ആണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു പങ്കുമില്ല. അന്നത്തെ ആഭ്യന്തര വകുപ്പിന് ഒരു പങ്കില്ല. CBI ആണ് അന്വേഷിച്ചത്. അവരാണ് കുറ്റപത്രം കൊടുത്തത്. ഇത് മുഖ്യമന്ത്രി ബോധപൂർവം മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ ശ്രീ AK ആന്റണി 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ശിവഗിരിയിൽ നടന്ന സംഭവം. 2, മുത്തങ്ങയിൽ നടന്ന സംഭവം. അതോടൊപ്പം തന്നെ മാറാട് നടന്ന സംഭവം. ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉള്ള പോലീസിന്റെ ഇടപെടലാണ്. വിനോദ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ചു കൊലപ്പെടുത്തിയപ്പോഴാണ് മുത്തങ്ങയിൽ അന്ന് പോലീസിന്റെ വെടിവെപ്പുണ്ടായത്. ഞാൻ ആന്റണി പോലും അതിൽ ക്ഷമ ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു അങ്ങനെ സംഭവം ഉണ്ടായതിൽ. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. വിനോദ് എന്നൊരു പോലീസുകാരനെ അടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു പോലീസ് നടപടിയാണ്. പക്ഷെ ആദിവാസികൾക്ക് നേരെ അത് നടത്താൻ പാടില്ല, ക്ഷമ ചോദിക്കുന്നുവെന്ന് ശ്രീമാൻ AK ആന്റണി പറഞ്ഞത് ഒരു മഹത്തായ കാര്യമാണ്. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഇന്നലെ പരസ്യമായി മാപ്പ് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? കേരളത്തിലെ പോലീസിനെ നിഷ്ക്രിയമായ ഒരു സേനയാക്കി മാറ്റിയ കാലഘട്ടമാണ് ഈ 9.5 വർഷം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നല്ല പോലീസ് സേനയാണ് കേരളത്തിലുള്ളത്. ആ സേനയെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി മാറ്റിയത്, യാതൊരു വിധത്തിലുമുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയാത്തവരായി മാറ്റിയത് ഈ ഗവൺമെന്റാണ്. ഏറാൻ മൂളികളെയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരെയും ഓരോ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് പോലീസ് സംവിധാനത്തെ താറുമാറാക്കിയത് ഈ ഗവൺമെന്റാണ്. ഇവിടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാൻ
ജസ്റ്റിസ് വി കെ മോഹൻ പറഞ്ഞു എനിക്ക് പരാതി കിട്ടുന്നില്ല. വി കെ മോഹൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ അവിടെ പരാതി കൊടുക്കാത്തത്. മാത്രവുമല്ല, പോലീസ്, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പോലീസുകാരല്ലാത്ത ഒരാളിനെ നിയമിക്കണം എന്ന് തീരുമാനിച്ചത്. അതിന്റെ കാരണം പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെങ്കിൽ ഒരു ചീഫ് ഹൈക്കോടതി ജഡ്ജി, അതോടൊപ്പം തന്നെ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അവരൊക്കെ ആണെങ്കിൽ അവർ പോലീസിനെ ന്യായീകരിച്ച് പറയുകയുള്ളൂ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിഷ്പക്ഷമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ നിയമിക്കാനുള്ള ഉത്തരവ് ഞാൻ ഇറക്കി. ഉത്തരവിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഞാൻ ഉത്തരവ് ഇറക്കിയില്ല. 3/3/2016 പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ്. ഈ ഉത്തരവ് ഇറക്കാൻ കാര്യം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വെക്കണമെന്നുള്ള ഒരു സുപ്രധാനമായ ഉത്തരവ് കോടതി നടത്തുകയുണ്ടായി. We direct the state government to finalize the selection process to the post of Chief Investigation Officer of the State Police Complaint Authority within a period of 60 days. ബാക്കി കാര്യങ്ങൾ താഴെ പറയുന്നു. 60 ദിവസത്തിനുള്ളിൽ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിക്കണം എന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഹൈക്കോടതി ബെഞ്ചിന്റെ ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരമാണ് 3/3/2016 ഞങ്ങൾ ആ ഉത്തരവ് ഇറക്കിയത്. ഈ ഉത്തരവ് അതിനുശേഷം പുതിയ ഗവൺമെന്റ് വന്ന ശേഷം ഇവര് ഈ ഉത്തരവ് വേണ്ട എന്ന് വെച്ചു. അതവർ പറഞ്ഞത് രസകരമായ കാര്യമാണ്. (25/5/2020) അവർ പറഞ്ഞത്, ഗവൺമെന്റ് ഹാസ് ഇൻ എ റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ for the post of Chief Investigation Officer sanctioned by the government, earlier government. On further examination, government intended to rethink the necessity of a post of a Chief Investigation Officer in the authority. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് 2 മാസത്തിനുള്ളിൽ ഒരു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിയമിക്കണം. അത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് ആണ്. പോലീസുകാരല്ലാത്ത ഒരാൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അത് വേണ്ട എന്ന്